ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖദ് ഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോക സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ടും പരിശുദ്ധ റമദാനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഓരോരുത്തരുടെ മനസ്സുകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകുന്ന ഐശ്വര്യവും ഇസ്സത്തും നേടാൻ വേണ്ടി മത്സരിക്കുകയും അങ്ങേയറ്റം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മളിൽ ഓരോരുത്തരും. കാരണം ഇത്തരത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് നാളെ അള്ളാഹുവിന്റെ അരികിലെത്തുമ്പോ അപമാനിക്കപ്പെടാതെ നിന്ദ്യനാക്കപ്പെടാതെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും മറന്നുപോകുന്ന, നമസ്കാരം പോലെ നോമ്പ് പോലെ നമ്മളിൽ പലരും വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത ഒരു വിഷയം, ഒരുപക്ഷെ നാളെ പരലോകത്ത് നമ്മളിൽ പലരും തലകുനിക്കേണ്ടി വരികയും ചെയ്ത അമലുകളെല്ലാം അള്ളാഹുവിന്റെ മുൻപിൽ ഇല്ലാതായി പോകുകയും ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിന്റെ മുൻപുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആ സക്കാത്തിന്റെ വിഷയത്തിലാണ് നമ്മളിൽ പലരും അലംഭാവം കാണിക്കുന്നതും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോ അഖീമുസ് സ്വലാത്ത എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ
30-ലധികം ഭാഗത്ത് താക്കീദിന്റെ സ്വരത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അഖീമുസ്സലാത്ത, മനുഷ്യരെ നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ റബ്ബ് നിശ്ചയിച്ച നിങ്ങളുടെ സമ്പത്തിലെ സക്കാത്ത് അതേ സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊള്ളാനും നമസ്കാരത്തെ പോലെ ഗൗരവത്തോടെ സക്കാത്തിന്റെ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസം തകർന്നു പോകാവുന്ന, റബ്ബിലേക്ക് അവനെ ഏറ്റെടുക്കാനോ ഏൽപ്പിക്കാനോ സാധിക്കാത്ത ചില കാര്യങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചതും ഉപദേശിച്ചതും അതേ രീതിയിലാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങൾ അംഗീകരിക്കണം. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഖുർആനൊക്കെ ഞങ്ങൾ അംഗീകരിക്കും, ഖുർആനിന്റെ ചര്യക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. പക്ഷേ മുഹമ്മദ് നബി പ്രവാചകനാണോ, അതല്ലെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു കാട്ടറബി മാത്രമല്ലേ ഇന്ന് ചിന്തിക്കുന്ന ചില ഭൗതിക ഇഖ്വാനി മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, അത്തീഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വഅത്തീഉർ റസൂല, നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങൾ അംഗീകരിക്കണം. ഗൗരവപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് അല്ലാഹു തആല ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും കൂട്ടിപ്പറയാറുള്ളത്. അവിടെയാണ് അഖീമുസ്സലാത്തയും വആത്തുസ് സക്കാത്തയും. നിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ സക്കാത്ത് കൊടുത്തേ മതിയാകൂ. കാരണം ഒരു വിശ്വാസിയുടെ വിജയത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്തേ അവരുടെ യോഗ്യത? വല്ലദീനഹും ലിസകാത്തിഹിം ഫാഇലൂൻ, അവരുടെ സക്കാത്തിന്റെ വിഷയത്തിൽ അവർ കൃത്യമായി അള്ളാന്റെ ഹബീബിനെ അനുസരിച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സക്കാത്തിന്റെ വിഷയത്തിൽ ആർക്കും കൃത്യതയില്ല. ഇസ്ലാമിന്റെ മറ്റു പല കാര്യത്തിലും കാണിക്കുന്ന സൂക്ഷ്മത സക്കാത്ത് കൊടുക്കുന്നിടത്തും സക്കാത്ത് വാങ്ങുന്നിടത്തും ചില ആളുകൾ കാണിക്കാറില്ല. അതിന്റെ മഹത്വമോ, അത് കൊടുക്കാതിരുന്നാലുള്ള ഗൗരവമോ, അത് കൊടുത്താലുണ്ടാകുന്ന ശ്രദ്ധയോ, ഇതൊന്നും ഇന്ന് വരെ പല ആളുകളും പഠിക്കാനും തയ്യാറായിട്ടില്ല. അവനവന്റെ സമ്പത്തുകളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ 3 തരക്കാരാ. ഒന്ന്, സക്കാത്ത് കൊടുക്കണം എന്നവൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ആ സക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയാൽ വാങ്ങും, അതെന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നല്ലാതെ ഇസ്ലാമിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നിസാബത്ത് കണക്കെന്റെ ജീവിതത്തിലുണ്ടോ, ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനല്ലേ എന്ന് പോലും ചിന്തിക്കാതെ കിട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടർ നമ്മളെ കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ കൃത്യമായ കണക്കുകളൊക്കെ കയ്യിലുണ്ടാകും, അതിൽ കുറച്ച് മാത്രം കൊടുക്കും. എനിക്കിത്ര അല്ല കൊടുക്കാനുള്ളത് എന്നവർക്കറിയാമെങ്കിലും തന്റെ അളവിനനുസരിച്ച് കൊടുക്കാതെ സക്കാത്ത് കൊടുത്തു എന്ന സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നോ അല്ലാതെയോ 100ന്റെയോ 50ന്റെയോ നല്ല തിളക്കമുള്ള നോട്ടുകൾ വാങ്ങി വീട്ടിൽ യാചിക്കാൻ വരുന്നവർക്ക് 50ഉം 100ഉം കൊടുത്ത് ഏതെങ്കിലും പള്ളിയിലൂടെ സംഭാവന പെട്ടിയിലേക്ക് 500ഓ 1000ഓ ഇട്ട് കുടുംബത്തിൽ വല്യമ്മമാർക്കും ഇളയമ്മമാർക്കും കുടുംബക്കാർക്കും 1000മോ 500മോ വീതം കൊടുത്ത് ഞാൻ എന്റെ സക്കാത്ത് കുടുംബത്ത് കൊടുത്തു എന്ന് പറയുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടർ കൃത്യമായ കണക്കുണ്ടാവും. ആ കണക്കറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് കണക്ക് നോക്കി കൃത്യമായി സക്കാത്ത് മാറ്റിവെക്കും. ആ സക്കാത്ത് അർഹതപ്പെട്ടവരിലേക്ക് എത്തും എന്നല്ലാതെ ഒരിക്കലും സക്കാത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന പൂർണ്ണ ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടും? ഇക്കണ്ട കാലങ്ങൾ അത്രയും സക്കാത്ത് കൊടുത്തവരാണോ വാങ്ങിയവരാണോ? അഖീമുസ്സലാത്ത വആത്തു സക്കാത്ത എന്ന് റബ്ബ് ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടും
ഇസ്ലാമിലെ ബാക്കി എല്ലാ കാര്യത്തോടും കാണിക്കുന്ന ഒരു അടുപ്പം അള്ളാഹു പഠിപ്പിച്ച സക്കാത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമദാൻ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണെങ്കിൽ അള്ളാഹ് തന്ന സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് സക്കാത്ത്. അല്ലദീ യുഅ്തി മാലഹു യതസക്ക. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് റബ്ബ് കൊടുത്ത സമ്പത്തുകൾ അവർ സ്വീകരിക്കുന്നതോടൊപ്പം ആ സമ്പത്തുകൾ പരിശുദ്ധമാക്കാൻ വേണ്ടി കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ. അങ്ങനെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്താലേ എന്റെയും നിങ്ങളുടെയും സമ്പത്ത് ഹലാലാവൂ. റബ്ബ് എനിക്ക് ജോലി തന്നു, എനിക്ക് വാഹനം തന്നു, എനിക്ക് ഭൗതിക ലോകത്ത് പല അനുഗ്രഹങ്ങളും തന്നു. അതെല്ലാം എന്റെ പരിശ്രമം കൊണ്ട്, ഞാൻ പഠിച്ചു വലിയ ഉദ്യോഗം നേടിയത് കൊണ്ട്, ഞാൻ എന്റെ ബിസിനസ് ട്രിക്ക് ഉപയോഗിച്ച് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കോടികൾ സമ്പാദിച്ചതുകൊണ്ട് ഇതെന്റെ ശമ്പളല്ലേ, എനിക്ക് തീരുമാനിക്കാലോ എന്നൊന്നും ഈ ദുനിയാവിൽ പടച്ച റബ്ബ് തന്ന സമ്പത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. റബ്ബ് തന്നതാണെങ്കിൽ ഓരോ നൽകപ്പെട്ടതിനും അള്ളാഹു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഏതുപോലെ എന്റെ കണ്ണാണ് എന്റെ മുഖത്തുള്ളതെങ്കിൽ ഈ കണ്ണുകൊണ്ട് എനിക്കെല്ലാം കാണാൻ എന്റെ റബ്ബ് അനുവാദം തന്നിട്ടില്ല. എന്റെ തലയിലാണ് എന്റെ ചെവിയുള്ളതെങ്കിൽ ഈ ചെവി കൊണ്ടെല്ലാം കേൾക്കാൻ റബ്ബ് എനിക്ക് അനുവാദം തന്നിട്ടില്ല. എന്റെ നാവ് ഒരുത്തനും കൂച്ചുവിലങ്ങിടാൻ ഒരു ചങ്ങല കൊണ്ടും ബന്ധിക്കാൻ ഇക്കൂട്ടത്തിൽ ഒരാൾക്കും പറ്റില്ലെങ്കിലും എന്റെ നാവ് കൊണ്ട് എന്തും സംസാരിക്കാമെന്ന് റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കരുതെന്നും അതിൽ റബ്ബ് നിശ്ചയിച്ച കണക്ക് 2.5% അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് കൊടുക്കണമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല തന്നെ കൽപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായി സൃഷ്ടിക്കപ്പെട്ടവരെ, റബ്ബ് തന്ന വായുവും റബ്ബ് തന്ന വെള്ളവും റബ്ബ് തന്ന ദുനിയാവിലെ ജീവിതവുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. കുലൂ, നിങ്ങൾ കഴിക്കേണ്ടത് മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, ഈ ലോകത്ത് റബ്ബ് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണത്തിൽ നിന്നാവണം, ഹലാലായ സമ്പത്തിൽ നിന്നാവണം നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ പിന്നാലെ പോകരുത്. ഇവിടെ ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തി അവനവന്റെ സമ്പത്ത് തോന്നിയ പോലെ ഉപയോഗിക്കണം. എന്റെ പണം, എന്റെ സമ്പാദ്യം, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കും എന്ന് ചിന്തിക്കുന്ന ചിന്ത ഖുതുവാത്തി ശൈത്വാൻ, അത് പിശാചിന്റെ വഴിയാണ് എന്ന് ഈ ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? 1000 തന്നവന് 975 റബ്ബ് തീരുമാനിച്ചിട്ടുള്ളൂ. 1,00,000 തന്നവന് 97,500 അള്ള തീരുമാനിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കള്ള തന്നതിൽ 2.5% അള്ള നിങ്ങൾക്ക് തന്നതല്ല. അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ അത് കൊടുക്കുന്നുണ്ടോ എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് നിങ്ങൾ കേൾപ്പിച്ചു തന്നതാ. അതുകൊണ്ട് തന്നെ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചിന്റെ വഴിയെ നിങ്ങൾ പോകരുത്. എല്ലാ കാര്യത്തിനും കാണിക്കുന്ന സൂക്ഷ്മത നിങ്ങൾക്ക് റബ്ബ് തന്ന സമ്പത്തിനും നിങ്ങൾ കാണിക്കണം. ആ പണം കൊടുക്കുന്നിടത്ത്, വാങ്ങുന്നിടത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സൂക്ഷ്മതയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പോലും സക്കാത്ത് കൊടുക്കാത്ത വ്യക്തികളോട് അത് പിടിച്ചു വാങ്ങാനും അർഹതപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കാനും ഖലീഫമാരോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്നും ദാനത്തിനുള്ളത് നിങ്ങൾ പിടിച്ചെടുക്കുക, വാങ്ങുക. എന്നാൽ തുതഹിറുഹും, അതവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹാ, അത് കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പല വഴിക്കും നമുക്ക് പണം തരും. അതൊരിക്കലും നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇഷ്ടം കൊണ്ടാണ് റബ്ബ് പണം തരുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല കോടീശ്വരനാവേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ. പക്ഷേ ലോകത്തിന്റെ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം മരണം വരെ പിന്നെ ആയിഷ ബീവി കരഞ്ഞത്
പ്രവാചകന്റെ പട്ടിണിയുടെ വയറ് കണ്ടിട്ടായിരുന്നു. വയറ് നിറച്ച റസൂലുള്ളാഹിക്ക് റൊട്ടി കിട്ടിയിട്ടില്ലെന്നും 3-4 ദിവസം പച്ചവെള്ളം കുടിച്ചാണ് എന്റെ ഹബീബ് ജീവിച്ചതെന്നും പറയുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും പോക്കറ്റിലും ബാലൻസിലും കിടക്കുന്ന പണം അതേത് സെക്കൻഡും കൊണ്ടുപോകാൻ കഴിവുള്ള റബ്ബാണ് അത് തന്നത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാവണം. നേരം വെളുക്കുമ്പം പുറത്തേക്ക് പോകുന്ന വിസർജ്യത്തിൽ ഒരൽപ്പം ബ്രെഡ് കണ്ടാൽ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ചെലവാക്കിയിട്ടും അവസാനം നാട്ടുകാരോട് പിരിവെടുക്കേണ്ടി വരുന്ന ദാരുണമായ ചരിത്ര കഥകൾ ഈ സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാലത്ത് സുഭിക്ഷമായി ജീവിച്ചിരുന്ന ഫലസ്തീൻ എന്ന രാജ്യം ഇന്ന് 1000-ലധികം മക്കൾ പട്ടിണി കിട്ടാതെ മരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒട്ടകത്തിന്റെ ചാണകം ഉണക്കിത്തുന്ന സുഡാനികൾ ഇന്നും ഈ ലോകത്തിന്റെ മുൻപിൽ കണ്ണുനീരാണെങ്കിൽ, റബ്ബ് തീരുമാനിച്ചാൽ ഒരു സെക്കൻഡ് മതി സർവ സമ്പാദ്യങ്ങളും ഇല്ലാതായി പോകാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റബ്ബ് തന്ന പൈസ അത് റബ്ബിന്റെ തൃപ്തിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സകാത്ത് കൊടുത്തേ മതിയാകൂ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സ്വഹാബകളുടെ കൂട്ടത്തിൽ ഗോത്രക്കാരിൽ ചിലര് ആ സകാത്ത് കൊടുക്കാതിരുന്നു. അവര് അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂബക്കറെ, ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് തൃപ്തിപ്പെട്ട് തന്നതാ. ഞങ്ങളെ കച്ചവട തന്ത്രം, ഞങ്ങളുടെ യാത്ര, ക്ഷീണം ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ നേടിയ ലാഭം കൊണ്ട് ഞങ്ങൾ സുഭിക്ഷമായി ജീവിക്കുമ്പോ അതിൽ നിന്ന് 2.5% കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ട് പറ്റൂല അബൂബക്കറെ, ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് സിദ്ദീഖുൽ അക്ബർ അവരോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. എത്യോപ്യയിലെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത സിദ്ദീഖുൽ അക്ബർ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം മുഴുവൻ സഹാബാക്കളെയും മുൻനിർത്തി സിദ്ദീഖുൽ അക്ബർ തിരിച്ചു പറഞ്ഞ മറുപടി, ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരും. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി, നമസ്കാരത്തിലും സകാത്തിലും വേർതിരിവുണ്ടാക്കുന്നവരോട്. നിസ്കരിക്കാൻ എല്ലാവർക്കും ഉഷാറ, കാരണം അതിന് പ്രത്യേകിച്ച് വലിയ ചെലവില്ല. നമസ്കാരത്തിന് പണച്ചെലവില്ല. അവനാൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നിക്ഷയിക്കപ്പെട്ട സകാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈമാനാ. അത്രയേറെ ത്യാഗം ചെയ്ത് നേടിയ സമ്പത്തിൽ നിന്നും എനിക്ക് അർഹതപ്പെടില്ലെന്ന ബോധത്തോടുകൂടി നീക്കിവെക്കുന്നവൻ, 20 ലക്ഷം അനുഭാവമുള്ളവൻ, 20 ലക്ഷം സമ്പാദ്യമുള്ളവൻ 50,000 ഞാൻ നീക്കിവെച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നത് ഈമാൻ. നമസ്കാരത്തിന് ഈമാൻ വേണ്ട എന്നല്ല, നമസ്കരിക്കുന്നവന് ചെലവില്ല. നിസ്കാരത്തിന് 1000 രൂപ കൊടുക്കണമെന്നും ഒന്നു എടുക്കുന്നതിന് 250 റുപ്യ ചെലവാക്കണമെന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് റബ്ബ് തന്ന സമ്പത്തിൽ നിന്നും നിങ്ങൾ ആ സകാത്ത് അങ്ങ് കൊടുത്തേക്കണം. അല്ലാതെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്, ഉംറക്കും പോയിട്ടുണ്ട്, ഷഹാദത്ത് കലിമയും ചൊല്ലിയിട്ടുണ്ട്, സകാത്തിന്റെ വിഷയത്തിൽ മാത്രം മരിക്കുന്നവരെ പള്ളിയിലെ മൗലവിമാരോട് സംശയം ചോദിക്കും. അവിടെ 10 സെന്റ് ഉണ്ട്, അവിടെ 2 മുറി പീടിയുണ്ട്, ചെറിയ വാടക കിട്ടുന്നതുണ്ട്, നിന്റെ ശമ്പളത്തിൽ സക്കാത്തുണ്ടോ, ഞാൻ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നോമ്പ് തീരുന്നത് വരെയും അടുത്ത നോമ്പാകുന്നത് വരെയും കണക്ക് നോക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ മക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് പോലും ഹറാമിന്റെ രേഖയിലെ പടച്ച റബ്ബ് രേഖപ്പെടുത്തു. കാരണം അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന കാരണം കൊണ്ട്. അതുകൊണ്ട് ഫഇന്ന സകാത്ത ഹഖുൽ മാലി, സമ്പത്തിന്റെ ഹക്കാണ് സകാത്ത്. അത് കൊടുത്തു വീട്ടുക തന്നെ വേണം. വല്ലാഹി, എന്റെ റബ്ബാണേ സത്യം, ലൗ മനഊനി അനാകൻ, ലോകത്തിന്റെ പ്രവാചകന് നിങ്ങൾ കൊടുത്തിരുന്ന സകാത്ത് ഒരൊട്ടകത്തിന്റെ കുഞ്ഞിനെ കെട്ടുന്ന കയറാണെങ്കിലും ഒരാട്ടിൻകുട്ടിയെ കെട്ടുന്ന കയറാണ് അള്ളാന്റെ റസൂലിന് നിങ്ങൾ സകാത്തായി കൊടുത്തതെങ്കിൽ, ആ സകാത്ത് എനിക്ക് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ, എന്റെ സകാത്ത് സെല്ലിലേക്ക് ബൈത്തുൽ മാലിലേക്ക് അത് തന്നിട്ടില്ലെങ്കിൽ, ലഖാതൽതുഹും അലാ മൻഇഹാ, അത് തരാത്തവരോടൊക്കെ ഞാൻ യുദ്ധത്തിനിറങ്ങുന്നുണ്ട് എന്നവരോട് പറഞ്ഞേക്കണമെന്ന് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അത്ര ഗൗരവത്തോടെ സ്വഹാബത്ത് കണ്ടിരുന്നു സകാത്തിന്റെ വിഷയത്തിൽ.
അത് നൽകാത്ത വ്യക്തികളോട് പോലും റബ്ബ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ മദീനത്തെ മിമ്പറിൽ വെച്ച് ഓർമ്മപ്പെടുത്തി. വലം യംനഉ സകാത്ത അംവാലിഹിം, നിങ്ങളെങ്ങാനും സകാത്ത് കൊടുക്കാതിരുന്നുവെങ്കിൽ, ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാഇ, കൊടുക്കാത്ത വ്യക്തികൾക്ക് ഒരു നാടിനും പടച്ച റബ്ബ് മഴ നൽകില്ലായിരുന്നു. സകാത്ത് കൊടുക്കാത്ത ഒരു നാടിനും അള്ളാഹ് മഴത്തുള്ളികൾ കൊടുക്കില്ലായിരുന്നു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, കൊടുക്കാത്ത ഗോത്രക്കാർക്കും മഴ പെയ്യുന്നുണ്ടല്ലോ, കൊടുക്കാത്ത നമ്മൾക്കൊക്കെ മഴ കിട്ടുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാ നബിയെ? വലൗലൽ ബഹായിമു ലം യുംതറൂ, നിങ്ങൾക്കിടയിൽ നാൽക്കാലികൾ ഉണ്ടായിപ്പോയി. വെള്ളം കൊണ്ട് ജീവിക്കുന്ന നാൽക്കാലികളും ഇരുകാലികളും ഈ ഭൂമിക്ക് മേലെ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ലം യുംതറൂ, സകാത്ത് കൊടുക്കാത്ത ഒരു ജനതക്കും ഒരു മനുഷ്യനും വാനലോകത്ത് നിന്നും റബ്ബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹു കൊടുക്കില്ലായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥത്തിലൂടെ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ആ ഗൗരവത്തോടുകൂടി നമ്മൾ ഒരുങ്ങണം. റമദാനിന്റെ രാവുകളിലും പകലുകളിലും ഇബാദത്ത് കൊണ്ട് മാത്രം റബ്ബിനെ തൃപ്തിപ്പെടുത്തിയാ പോരാ. കണക്ക് നോക്കണം. എന്റെ ശമ്പളത്തിന്റെ കണക്ക്, എന്റെ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള കണക്ക്, എന്റെ കച്ചവട സ്ഥാപനത്തിന്റെ മൂലധനം, വാങ്ങിയിട്ട പറമ്പ്, വാടക കൊടുത്ത വീട്, താമസിക്കുന്ന വീടിലില്ലെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച നിസാബത്ത എന്തൊക്കെ എന്റെ പേരിലുണ്ടോ? ചില ഭാര്യമാര് ഭർത്താക്കന്മാരോട് ചോദിക്കും, അക്കാത്തുങ്ങൾ കൊടുത്തോ? ചോദിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടാതെ കണക്ക് നോക്കാൻ. പെണ്ണിന്റെ കഴുത്തിലുള്ളത് 85 ഗ്രാമിൽ കൂടുതലുണ്ടോ? വെള്ളി 595 ഗ്രാമിൽ കൂടുതലുണ്ടോ? ഓരോ അണപ്പൈ തെറ്റാതെ കണക്ക് നോക്കി വാപ്പയും മക്കളും കണക്ക് നോക്കി വെക്കണം. എന്തിന്? അത് കൊടുത്തതിന്റെ പേരിൽ ഒരാളെയും പടച്ച റബ്ബ് ദരിദ്രനാക്കില്ല. ഒരാളെ സമ്പത്തിൽ നിന്നും പടച്ചോനൊന്നും കുറയ്ക്കൂല. കൊടുക്കാത്തവരുതേ കുറഞ്ഞിട്ടുള്ളൂ, നിക്ഷേപമാക്കി വെച്ചവരുതേ റബ്ബ് നശിപ്പിച്ചിട്ടുള്ളൂ. കൊടുത്ത ഒരാൾക്കും റബ്ബൊരു കുറവും വരുത്തിയിട്ടില്ലെങ്കിൽ ആ സക്കാത്തിന്റെ കണക്ക് നോക്കി ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാവണം. ആരാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത്? ഇന്ന് ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു രീതിയുണ്ട്. കൊടുത്തവൻ എല്ലാ കൊല്ലവും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവൻ എല്ലാ കൊല്ലവും വാങ്ങിക്കൊണ്ടിരിക്കും. 590 ഗ്രാം അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം സമ്പത്തുള്ളവർ സക്കാത്ത് കൊടുക്കണം, വാങ്ങാൻ പാടില്ല. അതിനർത്ഥം ഇസ്ലാം പഠിപ്പിച്ച 8 പേരിൽ അവർ പെട്ടിട്ടുണ്ടാകും. അതല്ലാതെ 595 ഗ്രാം എന്നതിന് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് നോക്കിയാൽ 1,60,000 രൂപക്ക് മേലെ വാർഷിക വരുമാനം, വാർഷിക സമ്പത്തുള്ളവർക്ക് സക്കാത്ത് കൊടുത്തേ മതിയാകൂ. അതിന്റെ കണക്ക് നോക്കി കൃത്യമായ അളവനുസരിച്ച് അവന്റെ ജീവിതത്തിലേക്ക് അവൻ ഉപയോഗിച്ചതിന്റെ അനുസരിച്ച് ആ സക്കാത്ത് കൊടുത്തേക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിൽ എത്ര പേര് സക്കാത്ത് വാങ്ങാൻ അർഹതയുണ്ടാകും? എന്തെങ്കിലും കിട്ടുന്നത് പോരട്ടെ, ആരാന്റെ തലക്കെട്ടും പൈസയും കാണുമ്പോഴേക്കും എന്തെങ്കിലും സക്കാത്തിന്റെ അങ്ങ് തെരിട്ടോ, കൊല്ലത്തിലും തരുന്നതാണല്ലോ എന്ന് പറയുന്നവരും കൊല്ലത്തിലും കൊടുത്ത് അവനാന്റെ ശ്രേഷ്ഠത മറ്റുള്ളവന്റെ മുൻപിൽ ഒന്ന് പ്രകടമാക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇന്ന് ചോദിച്ചു വരികയാ പലരും സക്കാത്തിന്റെ പൈസ. ഇന്ന് ഓരോരുത്തരും സക്കാത്ത് കൊടുക്കുന്നത് പോലും അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച്. എങ്ങനെയാ സക്കാത്ത് പ്രയോഗവൽക്കരിക്കേണ്ടത്? എങ്ങനെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? 50ന്റെ ഒരു കെട്ട് പൊരേല് വെച്ച് വരുന്നവർക്കൊക്കെ 50 രൂപ കൊടുത്തിട്ടല്ല. ഏതെങ്കിലും പള്ളിയുടെ തായങ്ങളിലുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ സ്ഥാപിക്കപ്പെട്ട ഏതെങ്കിലും ഭണ്ഡാരക്കുറ്റിയിൽ 100ന്റെയോ 500ന്റെയോ നോട്ട് വെച്ചിട്ടല്ല. ചില്ലറയാക്കപ്പെട്ട പൈസക്കനുസരിച്ച് 2000-ഉം 1000-ഉം പഴമക്കാര് പറയുന്നത് പോലെ കഞ്ഞിയിലില്ലെങ്കിൽ കഞ്ഞിക്കലത്തിൽ എന്ന് പറഞ്ഞതുപോലെ സ്വന്തം കുടുംബത്തിൽ അവനാൻ ഉപകാരപ്പെടുന്ന വേണ്ടപ്പെട്ടവർക്ക് പേരക്കുട്ടികൾക്ക് 500 വീതം, മൂത്താപ്പാന്റെ മക്കൾക്കൊരു 500 വീതം, പെങ്ങന്മാർക്കൊരു 2000 വീതം, ഒരേ പണിയെടുക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് 1000 വീതം എന്ന രീതിയിലല്ല സക്കാത്ത് വിതരണത്തെയും സക്കാത്ത് നൽകുന്നതിനെയും ഇസ്ലാം ഈ ലോകത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് സക്കാത്ത് ഒരു പ്രദേശത്തൊന്നാകെ ശേഖരിക്കണം. സക്കാത്ത് സെല്ലുകൾ രൂപീകരിക്കപ്പെടണം. എന്നിട്ടതിൽ ആ സക്കാത്തുകൾ ശേഖരിക്കപ്പെടണം. ആ സക്കാത്ത് ശേഖരിക്കപ്പെടുന്നതിന് അതിന്റെ ആളുകളെ നിയമിക്കണം എന്ന് പോലും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി. സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒന്ന് ആമിലീൻ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർ. എന്തിനാ റബ്ബ് അത് നിശ്ചയിച്ചത് എന്നറിയോ?
തിരക്കുള്ളോനൊന്നും സക്കാത്ത് കമ്മിറ്റിയിൽ എടുക്കരുത്. ഓരോ കുടുംബവും അറിഞ്ഞ് കുടുംബം അർഹതപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കാൻ വേണ്ടിയാ. അതിന് പണിയെടുക്കുന്ന ആമിലീങ്ങൾക്ക് പോലും സക്കാത്തിന് ശമ്പളം കൊടുക്കാൻ റസൂലുള്ള പഠിപ്പിക്കാനുള്ള കാരണം. ഇന്ന് ആ വ്യവസ്ഥാധിതമായ രീതി പ്രയോഗവൽക്കരണം പല മഹല്ലുകളിലും നടക്കുന്നില്ല, പല നാടുകളിലും നടക്കുന്നില്ല. ഏതെങ്കിലും ആളുകൾക്ക് സക്കാത്ത് കിട്ടുമ്പോ അത് ബാങ്കിൽ വെച്ച് അപേക്ഷകൾ ക്ഷണിച്ച് ഓച്ചാനിച്ച് പൊരന്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും സക്കാത്ത് കമ്മിറ്റിന്റെ ആളെയും ഒന്ന് പൊലിപ്പിച്ച് താങ്ങിപ്പിടിച്ചാലേ ഒന്റെ സക്കാത്ത് എനിക്ക് പാസ്സായി കിട്ടൂ എന്ന രീതി പോലും ഇന്ന് ഇസ്ലാമിക ചരിത്രം നോക്കുമ്പോ നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിന് തിരക്കുള്ളവനാണോ ഓൻ അതിന് ഏൽപ്പിക്കരുത്. എനിക്കതിന് പറ്റൂലേ, ഞാൻ ആ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നേക്കണം. അല്ലാതെ ആ കമ്മിറ്റിയിലൊക്കെ നിന്നാൽ കാലങ്ങളോളം ജനങ്ങളുടെ ഒരു ആദരവ് കിട്ടും എന്നൊരു തോന്നലിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് പോയി നോക്കാനും അർഹതപ്പെട്ടവനാണോ എന്ന് പരിഗണിക്കാനൊന്നും സമയം കിട്ടാത്തവനാണെങ്കിൽ എത്ര കാലം നിങ്ങൾ ആ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ അത്രയും കാലം നിങ്ങൾ അള്ളാന്റെ കണ്ണിൽ കുറ്റവാളികളായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇന്ന് കൊടുക്കുന്നത് പോലെ മുഴുവനും സ്വന്തം ഇഷ്ടത്തിന് എന്ന രീതിയിൽ കൊടുക്കാൻ പാടില്ല. അതിനർത്ഥം ഉലമാക്കൾ പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് നമ്മൾ നേർക്കുനേരെ കൊടുക്കരുത് എന്നുലമാക്കൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പ്രദേശത്ത് ഒരു സക്കാത്ത് സെല്ലുണ്ടെങ്കിൽ അത് വ്യവസ്ഥാപിതമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആളുകൾ നീതിയോടെ പെരുമാറുന്നവരാണെങ്കിൽ നിങ്ങളുടെ സക്കാത്ത് ആ കമ്മിറ്റിയെ സക്കാത്ത് സെല്ലിനെ ഏൽപ്പിക്കണം. ആരെയും പ്രീതിപ്പെടുത്താനോ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ പറയുന്നവർക്ക് കൊടുക്കാനോ ആവാനും പാടില്ല. ചിലര് സക്കാത്ത് കമ്മിറ്റി കൊണ്ടു കൊടുത്തിട്ട് പറയും കാരണോരെ മോന്റെ മക്കളൊക്കെ എത്ര ദാരിദ്ര്യത്തിലാ, അവിടെ കൊടുത്തേക്ക്. ഒരേല് വീട് പണി ഉണ്ടായപ്പം സഹായിച്ചതാണ് എന്റെ ഫീസുമ്മ, കൊച്ചിന് ഫീസുമ്മാക്ക് കൊടുത്ത എന്ന രീതിയിൽ പറയാൻ പാടില്ല. അതാ കമ്മിറ്റി തീരുമാനിക്കണം. ഇനി ആ കമ്മിറ്റിയോട് പോലും അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അത് പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവരണം. ഇന്ന് ലോകത്തുള്ള സാമ്പത്തിക രംഗത്ത് ഇസ്ലാം കൊടുത്ത സക്കാത്തിന്റെ രീതി അമുസ്ലിമീങ്ങൾ പോലും അംഗീകരിക്കുന്നതാ. യൂറോപ്യൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ആളുകൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത് ഇസ്ലാമിലെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയാ. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന സമയത്തും ചെലവാക്കുന്ന സമയത്തും അവകാശികളാണെന്ന് ഉറപ്പുവരുത്തണം, പ്രയോഗവൽക്കരിക്കണം. അതുകൊണ്ട് വളർച്ചയുണ്ടാകണം. കാലങ്ങളായി സക്കാത്ത് വാങ്ങുന്നവൻ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നതൊക്കെയാ ഇസ്ലാമിന്റെ രീതി. ആ രീതിയിൽ സക്കാത്ത് പ്രായോഗവൽക്കരിക്കണമെങ്കിൽ കണക്ക് നോക്കി ഒരു സക്കാത്ത് സെല്ലിനെ നമ്മളെ പൈസ ഏൽപ്പിക്കണം. അത് വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നോമ്പ് കുറെ പട്ടിണി കടന്നു, കുറെ ക്ഷീണം സഹിച്ചു, ദാഹിച്ചു എന്നല്ലാതെ അള്ളാന്റെ അരികിലെത്തുമ്പം സക്കാത്തിനെ പറ്റി റബ്ബ് ചോദിക്കുമ്പോ തലകുനിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. അത് കണക്ക് ക്ലിയർ ആയിരിക്കണം മണ്ണിലേക്ക് വെക്കുന്നതിന്റെ മുൻപ്. ആ ചിന്തയോടെ സക്കാത്തൊരുക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പരിശുദ്ധ റമദാൻ മാസം ഒരു വർഷത്തേക്കുള്ള ധനശേഖരണം നടത്തുന്നവരാണ് പല ഇസ്ലാമിക സ്ഥാപനങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനക്കാരുമൊക്കെ. ഇവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇസ്ലാമിന്റെ ഇസ്സത്തും സമൂഹത്തിന്റെ നന്മയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന സമ്പത്തുകൾ ഭക്ഷണത്തിൽ അല്പം മിതത്വം കാണിച്ചിട്ടെങ്കിലും ആഹാരത്തിലേക്ക് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കണം. അത്ഭുതം തോന്നാറുണ്ട്. പല ചെറുപ്പക്കാരെയും സ്വാധീനിക്കാൻ വേണ്ടി ചിലർ വ്ളോഗുകളിലൂടെ പറയും, ഇന്ന ഹോട്ടലിൽ ഇന്ന ഭാഗത്ത് ഒരു ഇഫ്താറിന് ഒരാൾക്ക് 499 രൂപ, അതിനേക്കാളും 999 രൂപ വരെ. അവനാന്റെ കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 100 രൂപയുടെ ചെലവ് പോലും ഇല്ല. കുടുംബത്തോടെയും മക്കളോടെയും ബന്ധുക്കളോടെയും അങ്ങനെയൊക്കെ മിച്ചം പിടിച്ച് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളെ നോമ്പിനൊക്കെ പടച്ചോന്റെ അടുത്തൊരു വിലയുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഈ പള്ളിയിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
സഹായം അവർ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയും ഈ പള്ളിയുമായിട്ടുള്ള അനുബന്ധ പ്രവർത്തനത്തിന് വേണ്ടിയും സാധ്യമാകുന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരും അതിൽ സഹകരിക്കണം. രണ്ടാമത്തൊരു വിഷയം, 1999 ഒരു പടിക്കെട്ട് കയറി എടവണ്ണ ജാമിയ നദവിയ അറബിക് കോളേജിലേക്ക് എത്തിയ ആളാണ് ഞാൻ. ഇസ്ലാമിന്റെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആ കാലം മുതൽ 6 കൊല്ലത്തെ എന്റെ അവിടുത്തെ വിദ്യാഭ്യാസം സ്വലാഹി എന്ന ബിരുദവും 100 ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യവും ആ സ്ഥാപനം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ദായിമാരെ, പ്രബോധകരെയാണ് എടവണ്ണ ജാമിയ നദവിയ ഈ സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം മുൻപോട്ട് പോകുന്നതും റമദാനിൽ ഉദാരമതികളായ ആളുകളുടെ സംഭാവന കൊണ്ടാണ്. ഇന്ന് കേരളത്തിലെ 100 കണക്കിന് മിമ്പറുകളും 1000കണക്കിന് പ്രസംഗവേദികളും ഒക്കെ അവിടെയുള്ള മക്കള് അള്ളാന്റെ ദീനിനെ പുൽകുമ്പോ അതിന്റെ കൂലി അതിനെ സഹായിച്ചവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ കലക്ഷൻ. ഇതൊക്കെ കൊടുക്കുന്ന സമയത്തും നമ്മൾ ഓർക്കേണ്ടത്, ഒരാൾ 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വതക്കയുടെ തണലിലായിരിക്കും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത്. തണലില്ലാത്ത റബ്ബിന്റെ മഹിഷറയിൽ കൊടുത്ത 1 രൂപ കൊണ്ടും 10 രൂപ കൊണ്ടും ഒരു തണൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നീയത്തോടെ അത് നൽകാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബേ, നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം ധന്യമാക്കുകയും നാളെ നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗത്ത് ഗസയിലടക്കം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും ഓരോ ജനതക്കും നീ നൽകിയവരോട് കാരുണ്യം കാണിക്കണമേ. നാഥ, അങ്ങേയറ്റം പ്രയാസപ്പെട്ട അസുഖബാധിതരായ പലരും കുടുംബത്തിലും രക്തത്തിലും നിന്നോ അരികിലേക്ക് ആ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാ. നാഥ, എളുപ്പം ആ അസുഖങ്ങളെല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ.